എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് പോസ്റ്റ് ചെയ്തിരുന്നു. ഇവിടെ അടുത്തുള്ള ഹൈദരാബാദിൽ ആബിഡ്സ് എന്ന് പറഞ്ഞൊരു ബുക്ക് മാർക്കറ്റ് ഉണ്ട്, ഞായറാഴ്ചകളിൽ മാത്രം തുറക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഷോർട്സിൽ പറഞ്ഞത് ഞാനൊരു 11ഓളം പുസ്തകം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ 11 പുസ്തകം ഞാനിന്ന് പരിചയപ്പെടുത്താം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനപ്പോൾ ഈ ആബിഡ്സ് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയത് 11 പുസ്തകമാണ്. അപ്പോൾ എനിക്കതിന് ചിലവായത് ഓൾമോസ്റ്റ് 1100 രൂപയാണ്. അപ്പോൾ എല്ലാ ബുക്കുകളും 100 രൂപയ്ക്കല്ല കിട്ടുന്നത്. ചില ബുക്കുകൾ 250 രൂപയുണ്ട്, ചില ബുക്കുകൾ 200 രൂപയാണ്, ചില ബുക്ക് 150 രൂപയാണ്. നമുക്ക് നമ്മുടെ ബാർഗെയിനിങ് ശേഷി വെച്ചിട്ട് നമ്മൾ കുറച്ച് വില പേശിയിട്ടാണ് എനിക്ക് 1100 രൂപയ്ക്ക് 11 പുസ്തകങ്ങൾ വെച്ച് കിട്ടിയത്. അപ്പം നിങ്ങളും പോവുകയാണെങ്കിൽ അവരിങ്ങനെ ചെറിയൊരു പൈസയ്ക്ക്, ഇപ്പോൾ 500 രൂപ പറഞ്ഞാൽ മേ ബി 3 ബുക്സോ 4 ബുക്സോ നമുക്ക് അതിനുള്ളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗം ഏതൊക്കെയാണ് ബുക്കുകൾ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, നമുക്കപ്പോൾ ഫസ്റ്റ് ബുക്കിലോട്ട് കിടക്കാം. ഈഗോ ഇസ് ദ എനിമി. ഇതാണ് ഫസ്റ്റ് ബുക്ക്. ഇത് എഴുതിയിരിക്കുന്ന റയൻ ഹോളിഡേ ആണ്. നമുക്കറിയാം സ്റ്റോയിക് മെഡിറ്റേഷൻസിൻ്റെയും കുറേ ലൈബ്രറികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഇൻസ്റ്റാഗ്രാമിൽ വലിയൊരു ഇൻഫ്ലുവൻസറാണ് റയൻ ഹോളിഡേ. ഞാൻ കുറേ പോഡ്കാസ്റ്റുകളിലും അങ്ങനെ ബുക്ക് ഹോളുകളിലൊക്കെ ആയിട്ട് ഈഗോ ഇസ് ദ എനിമി എന്ന് പറഞ്ഞിട്ട് കണ്ടിരുന്നു. അപ്പോൾ മാർക്കസ് ഓറിലിയസിൻ്റെ ഒരു വലിയൊരു ഫോളോവറാണ് ഈ റയൻ ഹോളിഡേ എന്ന് പറഞ്ഞ മനുഷ്യൻ. അപ്പോൾ അവിടെ കണ്ടുന്ന കുറച്ച് ബുക്കുകളിൽ 1000ഓളം ബുക്കുകളുണ്ട്, പക്ഷേ ഈ ബുക്ക് ഞാൻ കുറച്ച് റെപ്പറ്റേറ്റീവ് ആയിട്ട് കണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ബുക്ക് എടുത്താണ് ഈഗോ ഇസ് ദ എനിമി. നമുക്ക് സെക്കൻഡ് ബുക്കിലോട്ട് പോവാം. നമുക്ക് രണ്ടാമത്തെ ബുക്കിലോട്ട് കിടക്കാം. രണ്ടാമത്തെ ബുക്കാണ് ഫ്രാൻസ് കാഫയുടെ ദ കാസിൽ. ഇവിടെ വേറൊരു ഫ്യോഡർ ദസ്തോവ്സ്കിയുടെ ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് ഒക്കെ കണ്ടിരുന്നു. ദസ്തോവ്സ്കിയേക്കാളും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത് ഫ്രാൻസ് കാഫ്കയുടെ ബുക്കാണ്. അപ്പോൾ അതിൽ എല്ലാത്തിലും നല്ല ചട്ടയും നല്ല ക്വാളിറ്റി ആയിരുന്നില്ല, ചിലതൊക്കെ ഇങ്ങനെ പൊട്ടി കിടക്കേണ്ടതായിരുന്നു. സെക്കൻഡ് ഹാൻഡ് ബുക്കുകളും ഉണ്ട്, അതല്ലാതെ സാധാ ബുക്കുകൾ, അത് കുറച്ച് നല്ല കോപ്പി ആയിട്ടുള്ള ബുക്കുകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കണ്ടതിൽ വലിയ കുഴപ്പമില്ലായിട്ട് തോന്നിയതാണ് ഫ്രാൻസ് കാഫ്കയുടെ ദ കാസിൽ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബുക്ക്. അപ്പോൾ മൂന്നാമത്തെ ബുക്കാണ് നോ റൂൾസ്. എനിക്ക് എന്താണെന്നറിയില്ല, ഇത് ബുക്കിൻ്റെ ഒരു ഫ്രണ്ട് പേജ് കണ്ടിട്ടാണ് എനിക്ക് ഇഷ്ടമായത്. എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നി ഇതിൻ്റെ ഫ്രണ്ട് പേജ്. അത് കഴിഞ്ഞ് ഞാൻ ബാക്കിൽ ഇതും വായിച്ചിരുന്നു. മെയിൻലി എനിക്കപ്പോൾ മനസ്സിലായത് ഇത് നെറ്റ്ഫ്ലിക്സിൻ്റെ കൾച്ചർ എങ്ങനെ OTTയിലേക്ക്, തിയേറ്ററുകളിൽ നിന്ന് ആൾക്കാർക്ക് OTT പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ആ കൾച്ചർ മാറി, അങ്ങനത്തെ ഒരു ബുക്ക് അതിനെ പറ്റിയിട്ട്. അപ്പോൾ അതും എനിക്കൊരു ക്യൂരിയസ് പോയിന്റ് ആയിരുന്നു. ആ ഒരു 2017-16 സമയത്ത് തൊട്ട് ആൾക്കാർ OTTയിലേക്ക് ഇട്ട് മാറുന്നത്. അപ്പോൾ മെയിൻലി ഞാൻ അട്രാക്ട് ചെയ്തത് ഇതിൻ്റെ കവർ പേജ് തന്നെയാണ്. ഇതാണ് നമ്മുടെ തേർഡ് ബുക്ക്. ഇനി ഫോർത്ത് ബുക്ക് നമ്മളെല്ലാവരും കുറേ പേരൊക്കെ റീൽസിലും ഇതിലൊക്കെ ബുക്ക് ഹോളിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. ബിഫോർ ദ കോഫി ഗെറ്റ്സ് കോൾഡ്. ഇത് ആക്ച്വലി 5 പാർട്ട് ബുക്കാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പാർട്ടാണ് ബിഫോർ ദ കോഫി ഗെറ്റ്സ് കോൾഡ്, ഈ പാർട്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി 4 ഭാഗങ്ങളും ഞാൻ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ കോപ്പി മാത്രം എനിക്ക് അത്ര അങ്ങനെ സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയില്ല. ഇച്ചിരി പഴകിയ പോലെ ഉണ്ടായിരുന്നു. മറ്റു കടകളിൽ നോക്കി, പിന്നെ മനസ്സിലായി ഇത് 5 ഒറ്റയടിക്ക് മേടിക്കുന്നുണ്ട്. ഒരു ബുക്ക് മേടിച്ചു കഴിഞ്ഞ് അത് ആക്ച്വലി എനിക്ക് എൻ്റെ സൂട്ടബിൾ ആണ്, എനിക്ക് വായിച്ചു പോകാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ബാക്കി 4 പാർട്ടുകൾ മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബുക്കിന് എനിക്ക് 100 രൂപയ്ക്കാണ് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർത്ത് ബുക്ക്. ഇനി ഫിഫ്ത്ത് ബുക്ക്, ദ ആർട്ട് ഓഫ് വാർ. ഈ ബുക്കിനെ പറ്റി കുറേ പേര് പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറേ ബുക്ക് ഹോളിൽ കണ്ടിട്ടുണ്ട്, കുറേ ആൾക്കാരുടെ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ അതിലൊക്കെ ആയിട്ട് കുറേ ഇതിനെ പറ്റി വന്നിട്ടുണ്ട്. പക്ഷേ ഈ ബുക്കിൻ്റെ ആക്ച്വലി സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഇത് ഇത്രയ്ക്കുള്ളൂ ഇതിൻ്റെ സൈസ്. ഇപ്പോൾ ദ ആർട്ട് ഓഫ് വാർ, ഇതിന് ആ റീൽസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, ഒരു യുദ്ധം ഒഴിവാക്കേണ്ടത് ഒരു യുദ്ധം ജയിക്കാൻ ഏറ്റവും വേണ്ട കാര്യം ഒരു യുദ്ധം ഒഴിവാക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇത് കണ്ടത്. അപ്പോൾ ഇത് വായിച്ച് നോക്കിയിട്ട് നമുക്ക് പിന്നെ നോക്കാം ഇതെന്താണ്, ഇത് കറക്റ്റ് ഇതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന്, എന്തൊക്കെയാണ് അവർ പറയണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഫ്ത്ത് ബുക്ക്. ഇനി സിക്സ്ത് ബുക്കാണ് നീഷയുടെ ദ സ്പോക്ക് സരത്തുസ്ത്ര. ഇതാണ് ബുക്ക്. ഇത് ഞാനൊരു കവർ പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ദസ്തോവ്സ്കിയുടെയും നീഷയുടെയും ഇപ്പോൾ നേരത്തെ കാഫ്കയുടെ ബുക്ക് കാണിച്ചു. അപ്പോൾ ഫിലോസഫേഴ്സിനെ കണ്ട് അവരുടെ വായനകൾ ഇപ്പോൾ ആൾക്കാരുടെ മൈൻഡിലേക്ക്, ബുക്ക് റീഡേഴ്സിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യണമെങ്കിൽ മേ ബി ആക്ച്വലി നമ്മുടെ തോട്ട് പ്രോസസ്സിന് തന്നെ അത് നന്നാക്കും. അപ്പോൾ ഓൾറെഡി ദസ്തോവ്സ്കിയുടെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ഞാൻ മേടിച്ചു. ഇപ്പോൾ എൻ്റെ കയ്യിൽ കാഫ്കയുണ്ട്. ഇനി അടുത്തതാണ് ഞാൻ ഫ്രെഡറിക് നീഷയുടെ ഇത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ അവൈലബിൾ ആയിട്ടുള്ള ബുക്കാണ് ദ സ്പോക്ക് സരത്തുസ്ത്ര. ഗുഡ് റീഡ് ആവുമെന്ന് വിചാരിക്കുന്നു. ഏഴാമത്തെ ബുക്ക് ഐ കെയിം അപ്പോൺ എ ലൈറ്റ് ഹൗസ്, ശാന്തനു നായിഡു. ഇത് എനിക്ക് ഇതിൻ്റെ കാരിക്കേച്ചർ ഫ്രണ്ടിലുള്ളത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ശരിക്കും നോക്കിയിട്ടുണ്ടല്ലോ, ഈ ഫോട്ടോയിൽ കാണുന്ന ഒരാൾ അതൊരു കുട്ടിയും, പിന്നെ രണ്ടാമത്തെ ഈ കാർട്ടൂൺ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി അത് രത്തൻ ടാറ്റയായിരുന്നു. അപ്പോൾ ഞാൻ രത്തൻ ടാറ്റ മരിക്കുന്ന സമയത്ത് ഒരു സ്റ്റോറി കേട്ടിരുന്നു. രത്തൻ ടാറ്റയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് രത്തൻ ടാറ്റയ്ക്ക് ആ ചെറുപ്പക്കാരനായിട്ട് ഉണ്ടായ കഥകൾ. അപ്പോൾ ആളാണ് ശാന്തനു നായിഡു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ എടുത്ത ബുക്കാണ്
ഐ കെയിം അപ്പോൺ എ ലൈറ്റ് ഹൗസ്, ശാന്തനു നായിഡു. ഇതാണ് നമ്മുടെ 7ാമത്തെ ബുക്ക്. നമുക്ക് 8ാമത്തെ ബുക്കിലോട്ട് പോവാം. അപ്പോൾ ഞാൻ എപ്പോഴും ഇനി ബുക്ക് സ്റ്റോറുകളിലാണെങ്കിലും ബുക്ക് സ്റ്റോറുകളിൽ പോകുമ്പോഴും ഉള്ള പൈസയ്ക്ക്, അല്ലെങ്കിൽ ആ ബുക്ക് സ്റ്റോറിൻ്റെ ബോക്സിൽ ഇനി സ്പേസ് വരുമ്പോൾ ഞാൻ ക്രൈം ത്രില്ലേഴ്സ് ആണ് എടുക്കാറുണ്ട്. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവസാനം എനിക്ക് കിട്ടിയ ആ 2 ബുക്കുകൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്ലോപ്പായിരുന്നു. ഒരു ബുക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. രണ്ടാമത് ഞാൻ 100 പേജ് ആകുമ്പോഴേക്കും ആ ക്രൈം ത്രില്ലർ ഞാൻ നിർത്തേണ്ടി വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് തീരുമാനം എടുത്തിരുന്നു കുറച്ച് നാളത്തേക്ക് ഇനി ക്രൈം ത്രില്ലർ ബുക്കുകൾ ഇനി വേണ്ടെന്ന്. പക്ഷെ ഞാൻ ആബിഡ്സിൽ പോയപ്പോൾ ഒരു ബുക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതാണ് ടോക്കിംഗ് വിത്ത് സൈക്കോപാത്സ്. ഇതെനിക്ക് ആക്ച്വലി അതിൻ്റെ കവർ പേജും ആ ഒരു രീതിയും ഇഷ്ടമായി. ഇത് ആക്ച്വലി ഒരു നോവലായിരിക്കില്ല. ഇതൊരു ഇൻ്റർവ്യൂർ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് സൈക്കോപാത്തുകളെ കണ്ട് അവരോട് സംസാരിച്ച് അവരുടെ ഉള്ളിലിരിക്കുന്ന എന്താണ് അവരുടെ കാഴ്ചപ്പാട് എന്നൊക്കെ മനസ്സിലാക്കുന്ന രീതിയിലുള്ളൊരു ബുക്കാണ്. അതിൻ്റെ ബാക്ക് വായിച്ചപ്പോഴേക്ക് മനസ്സിലായി. ഇതിൻ്റെ ഓത്തർ ക്രിസ്റ്റഫർ ബെറി ഡി ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 8ാമത്തെ ബുക്ക്. ഇനി 9ാമത്തെ ബുക്ക് മെൻ ആർ ഫ്രം മാർസ്, വുമൺ ആർ ഫ്രം വീനസ്. ഇതാണ് ജോൺ ഗ്രേ. ഇത് കുറച്ചും കൂടി ഞാൻ ആമസോണിലൊക്കെ നോക്കുമ്പോണ്ടല്ലോ നമുക്ക് റെക്കമെൻഡേഷനായിട്ട് ഈ ബുക്ക് വരുമായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഒരു പച്ച കളർ പേജിലാണ് ഈ സംഭവം വരാം. പക്ഷെ എന്നാലും ഈ ബുക്ക് കുറച്ച് പഴകിയ ബുക്കാണ്. എന്നാലും എനിക്ക് ആ ചേട്ടനത് 50 രൂപയ്ക്കാണ് തന്നെ. സോ അങ്ങനെ ആയതുകൊണ്ട് ഈ ബുക്ക് ഞാൻ എടുത്തു. സോ ഇതാണ് നമ്മുടെ 9ാമത്തെ ബുക്ക്. ഇനി 10ാമത്തെ ബുക്കിലോട്ട് പോവാം. ആണ് അൺലോക്കിംഗ് യൂണിക്കോൺ സീക്രറ്റ്സ്, കുഷാൽ ലോഡ ആൻഡ് ഇഷാൻ ശർമ്മ. ഇതൊരു സെൽഫ് ഹെൽപ്പ് മോട്ടിവേഷണൽ ബുക്കാണ്. ഇത് ആക്ച്വലി ഞാനൊരു ഫില്ലർ പോലെ എടുത്തതാണ്. ഇതാണ് ആ ബുക്ക്. അപ്പോൾ ഇതും നമുക്ക് അങ്ങനെ എന്താണ് ബേസ് ചെയ്തിട്ടുള്ളത് നമുക്കറിയില്ല. പക്ഷെ എന്നാലും ഇത് പീയൂഷ് ഗോയലാണ് ഫോർവേഡ് ചെയ്താണ് പെൻഗ്വിൻ ബുക്സിൻ്റെ. ഇതിൻ്റെ ഉള്ളിലുള്ളത് സ്റ്റാർട്ടപ്പുകളെ പറ്റും, അവരുടെ സ്റ്റാർട്ടപ്പുകൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ ബിസിനസ് സ്റ്റാൻഡേർഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇതിൽ അൺലോക്കിംഗ് യൂണിക്കോൺ സീക്രറ്റ്സ് എന്ന് പറഞ്ഞ ബുക്കാണ്. എപ്പോഴും ഫുള്ളായിട്ട് ഫിക്ഷൻ മാത്രം എടുത്തപ്പോൾ ഒരു സമയത്ത് എനിക്ക് ഇങ്ങനത്തെ ഒരു ബുക്ക് എടുക്കണം എന്ന് തോന്നി. ഇതാണ് നമ്മുടെ 10ാമത്തെ ബുക്ക്. നമുക്ക് 10ാമത്തെ ബുക്കിലോട്ട് കിടക്കാം. 10ാമത്തെ ബുക്കാണ് ഓഷോ. ഈ മനുഷ്യനെ പറ്റി എനിക്ക് കുറച്ചും കൂടി അറിയണമെന്നുണ്ടായിരുന്നു. ആളുടെ മോഹൻലാലിൻ്റെ ഒരു വീഡിയോയിൽ, മോഹൻലാലിൻ്റെ ബ്ലോഗുകളിലൊക്കെ ഞാൻ കാണാറുണ്ട് ആൾ ഏറ്റവും കൂടുതൽ ബുക്കുകൾ വായിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണെന്ന്. അപ്പോൾ ആൾക്ക് കുറേ ഇങ്ങനെ ഒരു ആൾ ദൈവം എന്നുള്ളതും ഫ്രോഡാണെന്നും അങ്ങനെ കുറച്ചൊക്കെ ചീത്തപ്പേരുകൾ ആൾക്കാർ മീഡിയ നെറേറ്റീവായിട്ടും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് കാണുന്നുണ്ട്. എന്നാലും ഈ ബുക്ക് അവിടെയും കുറച്ച് റെക്കറിങ് ആയിട്ട് തോന്നി. ഇതുപോലെ തന്നെ വേറെ ബുക്ക് വന്നതാണ് സദ്ഗുരുവിൻ്റെ ഡെത്ത് എന്ന് പറഞ്ഞ ബുക്ക്. സദ്ഗുരുവിൻ്റെ ഡെത്ത് എന്ന് പറഞ്ഞ ബുക്ക് ഞാൻ ഓൾറെഡി മേടിച്ച് കഴിഞ്ഞിരുന്നു. വായിക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൽ ഒരു ബുക്കും കൂടി എനിക്ക് മേടിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ മേടിച്ചതാണ് ഓഷോൻ്റെ ദ ബുക്ക് ഓഫ് മാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ആബിഡ്സ് ബുക്ക് ഹോളിലെ 11 പുസ്തകങ്ങൾ. ഞാനിത് ബുക്ക് വായിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ ഉടനെ എല്ലാ ബുക്കും ഓരോന്നോരോന്നായി വായിച്ചിട്ട് ഉടനെ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ ഇതുവരെ കണ്ടതിന് നന്ദിയുണ്ട്. താങ്ക് യു.